എതിരാളികൾ 24 മില്യൺ US ഡോളറുകൾ ചെലവാക്കിയിട്ടുണ്ട്. നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ചെയ്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ, ക്യാമ്പയിൻ രീതികളൊക്കെ. സൊഹ്റാൻ മംദാനി വെറും 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തെ ആകെ അട്ടിമറിക്കുകയാണ്. Billionaires have poured millions of dollars into this race because they say that we pose an existential threat. എതിരാളികൾ 24 മില്യൺ US ഡോളറുകൾ ചെലവാക്കിയിട്ടുണ്ട്. നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ചെയ്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ, ക്യാമ്പയിൻ രീതികളൊക്കെ. ഇതുകൊണ്ട് വെറും ഫസ്റ്റ് ലെവലിൽ 1% മാത്രം വിജയ സാധ്യത കണക്കാക്കപ്പെട്ട സൊഹ്റാൻ മംദാനിയാണ് ലാസ്റ്റ് ലെവലിൽ US-ന്റെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്ക് സിറ്റിയിൽ വിജയിക്കുന്നത്, മേയറായിട്ട് വരുന്നത്. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ മംദാനി ഫോർ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിനിങ് ടൈറ്റിൽ തന്നെ വരുന്നത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ടൈപ്പോഗ്രഫിയിലാണ്. പുതിയ കാലത്ത് AI അതേപോലെ പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും അവർ മനുഷ്യന്മാരുമായിട്ട് കണക്ട് ചെയ്യുന്ന ആർട്ട് ടൈപ്പോഗ്രഫി ഇതാണ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ട്രെയിനിലും നഗരങ്ങളിലും സ്ട്രീറ്റുകളിലും മനുഷ്യന്മാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ക്യാമ്പയിനുകൾ ചെയ്യാം. പിന്നെ ന്യൂയോർക്കിന്റെ കൾച്ചർ ക്യാമ്പയിനിലേക്ക് കൊണ്ടുവരണം. അതിന്റെ കളറുകൾ റെഡ്, ബ്ലൂ, യെല്ലോ, റെഡ്, ഇത് ന്യൂയോർക്ക് സിറ്റിയുടെ കൾച്ചർ ആയ ഒരു ക്യാമ്പയിനിലേക്ക് കൊണ്ടുവരണം. പിന്നെ അദ്ദേഹം പറയുന്ന ക്യാമ്പയിനുകളൊക്കെ സംസാരിക്കുന്നത് ഹൃദയങ്ങളോടാണെന്നുള്ളത്. ഹൃദയങ്ങളോട്, മനുഷ്യന്മാരോട്, അവിടെ അടങ്ങിയിരിക്കുന്ന ആളുകളോട്, അവരുടെ പ്രശ്നങ്ങളോട്. വളരെ പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത് അഫോർഡബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. പ്ലീസ് റെന്റ്, ഫ്രീ ബസ് തുടങ്ങിയ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ന്യൂയോർക്ക് സിറ്റി, അതായത് ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷൻ. അപ്പം നമ്മൾ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് എന്ത് ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ ആ ക്യാമ്പയിൻ ഏറ്റവും മനോഹരമായിട്ട് ആളുകളോട് സംസാരിക്കുന്ന സമയത്താണ് അത് വിജയിക്കുന്നത്. ആ ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ സൊഹ്റാൻ മംദാനിയെ വിജയിപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.